ഹലോ, ഗുഡ് ഈവനിങ് പ്രിയപ്പെട്ടവരെ, നമസ്കാരം. ഞാൻ അലക്സ് റാം മുഹമ്മദ്. റൈഡിംഗ് റിപ്പോർട്ടർ വെറുമൊരു യാത്രയല്ല, യാത്രകൾ വാർത്തയാകുന്ന ഇടമാണ്. ചക്രങ്ങൾ ചലിക്കട്ടെ, കാഴ്ചകൾ കഥകളാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമുക്ക് പുറപ്പെടാം. റൈഡിംഗ് റിപ്പോർട്ടറിന്റെ ഏറ്റവും പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രിയപ്പെട്ടവരെ, ഓണക്കാലമല്ലേ? ഓണക്കാലം എന്നാൽ പൂക്കളുടെ ഉത്സവകാലം കൂടിയാണ്. ഇന്നത്തെ ആദ്യത്തെ കഥ അതുമായി ബന്ധപ്പെടുത്തി തന്നെ ആയിക്കോട്ടെ. ഓണക്കാലമായാൽ പൂക്കളം ഇടാറുണ്ട്. നമ്മൾ പൂ തേടി പോകുന്നത് എവിടെയാണ്? നമ്മുടെ പൂക്കൂട നിറയ്ക്കുന്നത് അന്യസംസ്ഥാനങ്ങളിൽ നിന്നാണ്. ഗുണ്ടൽപേട്ട്, തെങ്കാശി, തോവാളെ, അങ്ങനെ നിരവധി സ്ഥലത്ത് നിന്നാണ് നമുക്ക് വേണ്ട ആവശ്യമായി പൂക്കൾ എത്തിക്കുന്നത്. പക്ഷെ അതൊന്നും വേണ്ടെന്നേ, നമുക്ക് ഇവിടെ തന്നെ, നമ്മൾ മനസ്സ് വിചാരിച്ച ഇവിടെ തന്നെ നമുക്ക് പൂക്കൾ ഉണ്ടാക്കാം. കാസർഗോഡേക്കാണ് യാത്ര. കാസർഗോഡ് രാവണേശ്വരത്ത് പാറക്കല്ല് നിറഞ്ഞൊരു പ്രദേശം മനോഹരമായ പൂപ്പാടമാക്കി മാറ്റിയിട്ടുണ്ട്. കാസർഗോഡ് നിന്ന് പ്രദീപ് നാരായണൻ ആ വിശേഷം പറയും. പൂപ്പാടങ്ങൾ എന്ന് കേട്ടാൽ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം എത്തുക ഗുണ്ടൽപേട്ടോ കർണാടകയിലെ ഹാസനോ ഒക്കെ ആയിരിക്കും. പക്ഷെ നമ്മൾ ഇന്ന് പോകുന്നത് കാസർഗോഡ് രാവണേശ്വരത്തേക്കാണ്. അവിടെയുമുണ്ടൊരു പൂപ്പാടം. രാവണേശ്വരം പുരുഷ സ്വയം സഹായ സംഘം ഓണം മുന്നിൽ കണ്ട് നടത്തിയ പുഷ്പകൃഷിയുടെ വർണ്ണ കാഴ്ചകളിലേക്ക് നമുക്കൊന്ന് പോയി വരാം. മറുനാടൻ പൂക്കളാണ് നമ്മുടെ ആഘോഷങ്ങൾ നിറമുള്ളതാക്കുന്നത്. എന്നാൽ അത്തരം പൂക്കളിൽ കുറച്ചെങ്കിലും നാട്ടിൽ തന്നെ വിളയിച്ചാലോ എന്ന ചിന്തയാണ് രാവണേശ്വരം പുരുഷ സ്വയം സഹായ സംഘത്തെ പൂക്കൃഷിയിലേക്ക് എത്തിച്ചത്. അക്കേഷ്യ നിറഞ്ഞിരുന്ന ഒരേക്കർ സ്ഥലത്താണ് ഈ മനോഹരമായ പൂപ്പാടമുള്ളത്. ഭൂവുടമ മരങ്ങൾ വെട്ടിമാറ്റിയപ്പോൾ 11 സംഘം മണ്ണിലേക്ക് ഇറങ്ങി. ഉഴുതുമറിച്ച് ചാൽ കീറി തൈകൾ നട്ടുനനച്ചു. കൃത്യമായ വളമിടിയിലും പരിപാലനവുമായപ്പോൾ മഞ്ഞയും ഓറഞ്ചും കലർന്ന ജമന്തിപ്പൂക്കൾ അഴകോടെ വിടർന്നു. രാവണേശ്വരത്ത് ഇതുപോലെ വിപുലമായ രീതിയിൽ കൃഷി നടത്തുന്നത് ഒരുപക്ഷെ ഇതാദ്യമായിരിക്കും. ഞങ്ങളിങ്ങനെ സംഘത്തിൻ്റെ യോഗത്തിൽ ഓണക്കാലത്ത് നാട്ടിൻപുറത്തെ ആളുകൾക്കെല്ലാം പിന്നെ ചെണ്ടുമല്ലി മിതമായ നിരക്കിൽ കൊടുക്കണമെന്നുള്ള ഒരു ആശയത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഒരേക്കർ വരുന്ന സ്ഥലത്ത്, ഇത് കാടുമൂടി കിടന്ന ഒരു പറമ്പായിരുന്നു, അക്കേഷ്യ മരങ്ങളെല്ലാം. അതിൻ്റെ ഉടമ കരിമ്പിൽ കരുണാകരേട്ടൻ അതെല്ലാം നന്നാക്കി തന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ കൃഷിയിലേക്ക് തുടക്കം കുറിക്കുന്നത്. സംസ്ഥാനത്ത് പുഷ്പകൃഷിക്ക് അനുയോജ്യമായ കാലാവസ്ഥ കാസർഗോഡുണ്ട്. മണ്ണിൻ്റെ ഘടന ഉൾപ്പെടെ കൃഷിക്ക് അനുകൂലം. കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും നന്നായിട്ട് പൂക്കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു മേഖല കാസർഗോഡ് ജില്ല തന്നെയാണ്. കാരണം നമ്മുടെ ഈ ലാറ്ററൈറ്റ് മണ്ണും പിന്നെ നമ്മുടെ കാലാവസ്ഥയും, അതായത് മഴയും ഇടവിട്ടുള്ള വെയിലും സാധാരണ ചെണ്ടുമല്ലി കൃഷിക്ക് വളരെ അനുയോജ്യമാണ്. മാത്രമല്ല ചുരുങ്ങിയ കാലയളവിൽ നമുക്ക് ഉൽപ്പാദനം ഉണ്ടാക്കാൻ പറ്റുന്നൊരു വിളയും കൂടിയാണ്. അതായത് നമുക്ക് 2.5 മാസം കൊണ്ട് ഇതിൻ്റെ ഉൽപ്പാദനം കിട്ടും. അതൊരു 4-5 മാസം വരെ നമുക്ക് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം കിട്ടും. കർഷകന് ചെറിയ ഉൽപ്പാദന ചെലവിൽ നല്ല വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന മേഖലയാണ്. പിന്നെ ഇത് ഇടവിള കൃഷിയായിട്ടും ചെയ്യാൻ പറ്റുന്നൊരു കൃഷിയാണ്. പൂക്കൾ നിറഞ്ഞതോടെ നിരവധി പേരാണ് രാവണേശ്വരം സ്കൂളിന് സമീപത്തെ പൂത്തോട്ടത്തിലേക്ക് എത്തുന്നത്. കൂട്ടമായി എത്തുന്നവർ
സെൽഫി എടുത്തും റീൽസ് എടുത്തും മടങ്ങുന്നു. ഓണവിപണിയിലേക്ക് പൂക്കളെത്തിക്കാനാണ് സംഘത്തിൻ്റെ ശ്രമം. നവരാത്രി നാളുകളിലും ഇവിടുന്നുള്ള പൂക്കൾ ലഭിക്കും. മറുനാടൻ പൂക്കളെ ആശ്രയിക്കാതെ നാട്ടുപൂക്കൾ മിതമായ നിരക്കിൽ വിപണിയിലെത്തിക്കുന്നതിൻ്റെ ഭാഗമായാണ് രാവണീശ്വരത്ത് ഇങ്ങനെയൊരു പൂപ്പാടം ഒരുങ്ങിയത്. ഇനി നമ്മുടെ പൂക്കളങ്ങൾക്ക് നാട്ടുപൂക്കൾ വർണ്ണശോഭ പകരട്ടെ. രാവണീശ്വരത്ത് നിന്നും വിജേഷ് അണങ്കൂറിനൊപ്പം പ്രദീപ് നാരായണൻ, 24. പ്രിയപ്പെട്ടവരെ, രാവണേശ്വരത്തെ പൂക്കാഴ്ച എങ്ങനെയുണ്ട്? രസമല്ലേ? ക്യൂട്ടല്ലേ? ഓണക്കാലത്ത് ഒരു ഓണക്കഥ കൂടി പറയട്ടെ. ഓണത്തിന് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്താ? ഓണസദ്യ. ഓണസദ്യക്ക് ഒഴിച്ചുകൂടാനാകാത്തത് എന്താ? പായസവും പ്രഥമനും. പായസവും പ്രഥമനും ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ എന്ത് വേണം? ശർക്കര വേണം. അപ്പോൾ ഈ യാത്ര പന്തളത്തെ ശർക്കര നിർമ്മാണ കേന്ദ്രത്തിലേക്കാണ്. 3 തരം ശർക്കരയാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. പന്തളം ശർക്കര ഇല്ലാതെ എന്തോണം എന്നൊരു ചൊല്ല് തന്നെ ഞാനിപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ മധുരമുള്ള കഥ പറയുന്നു പത്തനംതിട്ടയിൽ നിന്ന് എസ് വിനേഷ് കുമാർ. അപ്പോൾ നമ്മൾ പന്തളത്തെത്തി. മറയൂർ ശർക്കരയൊക്കെ പോലെ തന്നെ പന്തളം ശർക്കരയും വളരെ പ്രസിദ്ധമാണ്. ഈ ഓണക്കാലമാണ്, എന്തായാലും ശർക്കര ഇല്ലാതെ ഒന്നും നടക്കില്ല. എന്നാലും നമുക്ക് ഈ ശർക്കര എങ്ങനെയാണ് എന്ന് നോക്കാം. ഒപ്പം തന്നെ അതിൻ്റെ നിർമ്മാണവും അതിൻ്റെ കച്ചവട രീതികളും എല്ലാം നമുക്ക് അറിയേണ്ടതുണ്ട്. ഇവിടെ 2 തരത്തിലുള്ള ശർക്കരയാണുള്ളത്. ഒന്ന് ഈ പാനീയ രൂപത്തിലുള്ളതും മറ്റൊന്ന് സാധാരണയുള്ള ഉണ്ട ശർക്കരയാണുള്ളത്. അപ്പോൾ പായസത്തിനൊക്കെ നിർബന്ധമായും വേണ്ടതാണ്. കേരള കാർഷിക വികസന വകുപ്പാണിത് എൻ്റെ നിയന്ത്രണത്തിലാണ്. ഒപ്പം തന്നെ കരിമ്പ് കൃഷി ഉൾപ്പെടെ ഇവിടെയുണ്ട്. ഇവിടെ നിന്നുള്ള കരിമ്പിൽ നിന്ന് തന്നെയാണ് ഈ ശർക്കര ഉണ്ടാക്കുന്നത്. എന്നാൽ നമുക്കൊന്ന് പോയി നോക്കാം. കരിമ്പ് എത്തിക്കഴിയുമ്പോൾ കരിമ്പ് നമ്മൾ ജ്യൂസായിട്ട് എടുക്കുക. ജ്യൂസായിട്ട് എടുക്കുമ്പോൾ ഇടയ്ക്ക് ഇച്ചിരി പഴുപ്പുണ്ടെങ്കിൽ കരിമ്പ് മാറ്റി കിടണം. ജ്യൂസായിട്ട് എടുത്ത് ആ ടാങ്കിനകത്ത് അപ്പം അവിടെ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ വരും. അവിടെ ഒരു പമ്പുണ്ട്. ആ പമ്പിൽ കൂടെ ഇവിടെ വരും ടാങ്കി വന്നു കഴിഞ്ഞാൽ നമ്മൾ അത് വാങ്ങുക. വാങ്ങിക്കഴിയുമ്പോൾ ഇത് പിന്നീട് ഒഴിച്ച് ആ പരുവത്തിന് ചെളി മുകളിലോട്ട് വരുമ്പോൾ ചെളി വെട്ടുക. ഇച്ചിരി കുമ്മായം കൂടെ ഒഴിക്കണം. പിന്നെ അടുത്തത് പറ്റിക്കഴിയുമ്പോൾ ഇപ്പോൾ വാങ്ങിയില്ലേ ആ രീതിയിൽ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കണം. ആ പദം മാറാൻ വേണ്ടി വെളിച്ചെണ്ണ ഒഴിച്ച് അതിനകത്ത് മരവിക്കകത്ത് വാങ്ങി ആറിച്ച് കോരി കൊടുക്കണം. മെഷീനകത്തിട്ട് പാക്ക് ചെയ്യുക. അതിനകത്ത് ഒഴിക്കുമ്പോൾ ഒരു പാക്ക് ചെയ്തോ ഞങ്ങൾ കോരി കൊടുക്കണം. അപ്പോൾ ഈ ശർക്കര തയ്യാറാക്കുന്ന സ്ഥലമാണിത്. ഇവിടെയാണ് കരിമ്പ് കൊണ്ടുവന്നിട്ട് ഈ യന്ത്രത്തിലിട്ട് ഉപയോഗിച്ചുകൊണ്ട് കരിമ്പ് പിഴിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മൾ ഈ കരിമ്പ് ജ്യൂസൊക്കെ ഉണ്ടാക്കുന്ന പോലത്തെ ചെറിയ യന്ത്രമല്ല, അതിൻ്റെ വലിയ ടൈപ്പ് യന്ത്രമാണ്. അത് ഉപയോഗിച്ചുകൊണ്ട് കരിമ്പ് പിഴിഞ്ഞെടുത്ത് അത് ഇതിലേക്ക് പോവുകയാണ്. ഇവിടെ നിന്നാണ് ഇത് കരിമ്പ് ശർക്കര പാനീയ രൂപത്തിലുള്ള ശർക്കരയും അതുപോലെ തന്നെ അല്ലാത്ത ഖരരൂപത്തിലുള്ള ശർക്കരയുമായി മാറ്റുകയാണ് ചെയ്യുന്നത്. ഇതാണ് നമ്മൾ പറയുന്ന പന്തളം ശർക്കര. അപ്പോൾ എന്തായാലും ഈ ശർക്കരയുടെ നിർമ്മാണത്തിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. എങ്ങനെയാണ് ഇത് നിർമ്മിക്കുന്നത്, എത്ര പേരുണ്ട്, എങ്ങനെയാണ് ഇത് വരുന്നത് എന്ന് അറിയാനുള്ളൊരു ആകാംക്ഷ എല്ലാവർക്കും ഉണ്ടല്ലോ. അപ്പോൾ അതിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. അപ്പോൾ പന്തളത്ത് വരുമ്പോൾ വാങ്ങാൻ മറക്കണ്ട. ശർക്കരയാണ്, പന്തളം ശർക്കരയാണ്. പന്തളം ശർക്കര 3 ടൈപ്പാണുള്ളത്. അതിലൊന്ന് ഈ ശർക്കര പാനിയാണ്, മറ്റൊന്ന് പതിയൻ ശർക്കരയാണ്, പിന്നൊന്ന് ഉണ്ട ശർക്കരയാണ്. എന്തായാലും ഇങ്ങനെ ബോട്ടിൽ രൂപത്തിലാണ് നമുക്ക് തരിക. ഇതൊരു കേരള സർക്കാരിൻ്റെ ഉൽപ്പന്നമാണ്. അത് വളരെ ശുദ്ധമായ ഒരു ശർക്കര. എന്തായാലും നമ്മൾ ഓണക്കാലത്ത് എന്തായാലും ശർക്കര ഇല്ലാതെ ഒന്നും നടക്കില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. പായസം മാത്രമല്ല, മറ്റ് പല വിഭവങ്ങളിലും ശർക്കര ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ എന്തായാലും ഇത് കുറച്ച് നല്ല അടിപൊളി സാധനമാണ്, വാങ്ങാൻ മറക്കരുത്. ഇത് കൃത്യമായി തന്നെ നമുക്കറിയാം, പന്തളം ടൗണിനോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലത്ത് തന്നെയാണ് ഇത്തരത്തിൽ പ്രസിദ്ധമായ ഒരു ശർക്കര ഉണ്ടാക്കുന്ന സ്ഥലം. ക്യാമറാമാൻ സഞ്ജയ് ഇക്ബാലിനൊപ്പം എസ് വിനേഷ് കുമാർ, 24 പത്തനംതിട്ട. ഏക്കർ കണക്കിന് ഭൂമിയിൽ പരന്നു കിടക്കുന്ന പാറക്കെട്ട്,
അതിന് നടുവിൽ ഒരു അടിപ്പൻ വെള്ളച്ചാട്ടം, ഒരു മനോഹര വെള്ളച്ചാട്ടം. സംഭവം നമ്മളെ തൃശ്ശൂരാണ് കേട്ടാ. പീച്ചിക്കടുത്ത് ഒരപ്പൻകെട്ട് വെള്ളച്ചാട്ടം. ഒരപ്പൻകെട്ട് വെള്ളച്ചാട്ടത്തിന്റെ കാഴ്ചകൾ അതിസുന്ദരമാണ്, അതിഗംഭീരമാണ്. നമ്മുടെ തൃശ്ശൂർ വാർത്താ സംഘം ഇന്ന് ഒരപ്പൻകെട്ട് വെള്ളച്ചാട്ടത്തിലേക്കാണ് റൈഡ് നടത്തുന്നത്. റൈഡിംഗ് സീറ്റിൽ ശ്രീജിത്ത് ശ്രീകുമാരൻ. ഹായ്, ഗുഡ് ഈവനിങ്. പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാൻ താല്പര്യമുള്ള വിനോദസഞ്ചാരികൾക്കായി, നമ്മുടെ നാട്ടിലെ ആളുകൾക്കായി ഒരു ഡെസ്റ്റിനേഷൻ പരിചയപ്പെടുത്താനാണ് നമ്മൾ പോകുന്നത്. പീച്ചിക്കടുത്ത് ഒരു മനോഹരമായ വെള്ളച്ചാട്ടമുണ്ട്. ആ വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചകളിലേക്കാണ് ക്യാമറമാൻ ബിനേഷ് ബാബുരാജിനൊപ്പം ഞാൻ പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. നമുക്ക് അവിടുത്തെ ദൃശ്യങ്ങൾ ഒന്ന് ആസ്വദിച്ചിട്ട് വരാം. അങ്ങനെ നമ്മൾ ഒടുവിൽ ഒരപ്പൻകെട്ട് വെള്ളച്ചാട്ടത്തിലെത്തിയിരിക്കുകയാണ്. പീച്ചിയിൽ നിന്ന് ഏതാണ്ട് 4 കിലോമീറ്ററോളം സഞ്ചരിച്ചാണ് എത്തുന്നത്. അവിടെ നിന്ന് വേണമെങ്കിൽ ഒരു 100 മീറ്റർ ഇങ്ങോട്ട് നടക്കാം. കാറൊക്കെ കൊണ്ടുവരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഒരപ്പൻകെട്ട് വെള്ളച്ചാട്ടമാണ് നമുക്ക് പുറകിലുള്ളത്. പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റുന്ന ആളുകൾക്ക്, ആസ്വാദകർക്ക് നല്ല മനോഹരമായ കാഴ്ചയാണ്. ഇവിടെ എത്തിയപ്പോൾ ചെറിയൊരു മഴയൊക്കെ ഉണ്ട്. ആ ഒരു വൈബിലൂടെ നമുക്ക് ഒരപ്പൻകെട്ട് വെള്ളച്ചാട്ടത്തിലെ കാഴ്ചകൾ ആസ്വദിക്കാം. ഒരപ്പൻകെട്ട് വെള്ളച്ചാട്ടത്തിലാണ് നമ്മളുള്ളത്. ഇതുവഴി വരുന്ന സഞ്ചാരികൾ, നിരവധി സഞ്ചാരികളൊന്നും വരാറില്ല. അങ്ങനെ ടൂറിസം ഭൂപടത്തിൽ അങ്ങനെ അടയാളപ്പെടുത്തിയ പ്രദേശമൊന്നുമല്ല. ഏക്കർ കണക്കിന് വിസ്തൃതിയായിട്ട് കിടക്കുന്നൊരു പ്രദേശമാണ്. വെള്ളച്ചാട്ടമാണ്, പാറക്കെട്ടുകളുണ്ട്. ഇതുവഴി വരുന്ന സഞ്ചാരികൾ സൂക്ഷിക്കണം, നല്ല വഴുക്കലുണ്ട്. മഴക്കാലത്ത് ഇപ്പോൾ കുറച്ച് മഴ കുറവ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ മഴക്കാലത്ത് വരുന്ന സഞ്ചാരികൾ സൂക്ഷിച്ചേ മതിയാകൂ. ഇല്ലെങ്കിൽ ഇവിടുന്ന് നമ്മുടെ കൈയും കാലും കൊണ്ട് തിരിച്ചു പോകുന്നത് വലിയ ബുദ്ധിമുട്ടായിരിക്കും. മഴ കുറച്ച് കുറവുള്ള സമയമായതുകൊണ്ട് കാര്യമായ രീതിയിലുള്ള വെള്ളച്ചാട്ടത്തിൽ ഒഴുക്കില്ല, അങ്ങനെ കാര്യമായ ഒഴുക്കില്ല. അതുകൊണ്ട് നമുക്ക് ഈ പാറക്കെട്ടിലൊക്കെ വന്ന് ഇങ്ങനെ മനോഹരമായി ഇരിക്കാം, സമയം ചെലവഴിക്കാം, പോകാം. ടൂറിസം ഭൂപടത്തിലേക്ക് ഇതിനെ കൊണ്ടുവരാൻ വേണ്ടി ഇവിടുത്തെ മുൻ മന്ത്രി ആയിരുന്ന കെ രാജൻ്റെ MLA, ഒല്ലൂർ MLA ആയിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഇപ്പോഴും ഒല്ലൂർ MLA തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു വലിയ പ്രൊജക്റ്റൊക്കെ, ഇക്കോ ടൂറിസം പ്രൊജക്റ്റൊക്കെ നടന്നു വരുന്നുണ്ട്. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ പാതി വഴിയായി നിൽക്കുന്നുണ്ട്. കൂടുതൽ ഫണ്ടുകളൊക്കെ അനുവദിച്ചാൽ എത്രയും പെട്ടെന്ന് തന്നെ നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും വനഭൂമിയും സ്വകാര്യ ഭൂമിയും കൂടി ചേർന്ന് നിൽക്കുന്ന ഒരു പ്രദേശമാണ്. തൊട്ടപ്പുറത്തൊക്കെ കുറേ ആളുകൾ ഇങ്ങനെ താമസിക്കുന്ന ചുരുക്കം ചില വീട്ടുകാരൊക്കെ ഉണ്ട്. അവർക്കും ഈ ടൂറിസം കൂടുതൽ വിനോദസഞ്ചാരികൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി വലിയ രീതിയിൽ ഒരു ചെറിയ കടകളോ ഒക്കെ ആയിട്ട് അവർക്ക് ജീവിതമാർഗമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അങ്ങനെ ഒരുപാട് ടൂറിസം സാധ്യതകളും ഈ വെള്ളച്ചാട്ടം, ഈ പദ്ധതി ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. അങ്ങനെ ഒരു ടൂറിസം സ്വപ്നങ്ങളും മുന്നോട്ട് വെക്കുന്നുണ്ട്. തിരക്കൊക്കെ ഉണ്ടാവാറുണ്ട്, ആൾക്കാരെന്നും വരാറൊക്കെ ഉണ്ട്. നല്ല തിരക്കാണ്. ഇപ്പോൾ ഈ ഓണത്തിൻ്റെ സീസൺ ആയതുകൊണ്ട് പിന്നെ കുറച്ച് ദിവസം 2 ദിവസമായിട്ടുള്ള തിരക്കില്ലാണ്ട്. ഞങ്ങൾ വന്നേ പിന്നെയാണ് ഈ റോഡൊക്കെ വന്നേക്കണം. അതിൻ്റെ പണി നടക്കുന്നുണ്ട്. ഇപ്പോൾ 2 ദിവസമായിട്ടുള്ളൂ നിർത്തിയിട്ട്. അവർ ഓണമായിട്ട് പിന്നെ ഇപ്പോൾ വരുന്നില്ല, ഓണം കഴിഞ്ഞാൽ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. MLA അല്ലേ പൈസ പാസ്സാക്കിയത്. സംഗീതം നല്ല രസമാണ്, നല്ല വൈബാണ് ഇവിടെ വന്നിരിക്കാൻ. അത് മഴക്കാലത്ത് കുറച്ചുകൂടി സുന്ദരിയാവും ഒരപ്പൻകെട്ട്. അക്കാര്യമൊന്നും യാതൊരു തർക്കമില്ലാത്ത കാര്യമാണ്. പക്ഷേ ഇവിടെ വെള്ളത്തിലിറങ്ങുന്ന സഞ്ചാരികൾക്ക് ഒരു നിയന്ത്രണം ഉണ്ടായില്ലെങ്കിൽ വലിയ അപകടത്തിലേക്ക് നയിക്കുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അങ്ങനെ ഒരു അപകട കെണിയാണിത്. ഈ വെള്ളക്കെട്ട് രൂപപ്പെടുന്ന ഈ പ്രദേശത്ത് ഇത് ഏതാണ്ടൊരു കുഴിയായ രൂപമാണ്. ഇതുപോലെ നിരവധി കുഴികളാണ്, നമ്മുടെ ക്യാമറയിൽ അത് ലഭിക്കുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. നിരവധി കുഴികളാണ് ഇത്തരത്തിലുള്ളത്. കൂടുതൽ വെള്ളം വരുന്ന സമയത്ത് സഞ്ചാരികൾ ഒക്കെ, ആളുകളൊക്കെ, പരിചയമില്ലാത്ത ആളുകളൊക്കെ ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് പോകാൻ സാധ്യതയുണ്ട്, വലിയ അപകടം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ തലയടിച്ചൊക്കെ വലിയ മരണം വരെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇറങ്ങുന്ന ആളുകളൊക്കെ ഒന്ന് സൂക്ഷിച്ചിറങ്ങണം. ഇവിടുത്തെ പരിചയക്കാരായ നാട്ടുകാരെയും പ്രദേശവാസികളെയൊക്കെ ഒന്ന് ചോദിച്ച്, അവരോടൊക്കെ ഒന്ന് ചോദിച്ചിട്ട് വേണം ഇവിടേക്ക് ഇറങ്ങാനെന്നാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പ്രേക്ഷകരോട് പറയാനുള്ളത്.
ഒരപ്പൻകെട്ടിലെ മനോഹരമായ കാഴ്ചകൾ ഈ സമയത്തിനകം പറഞ്ഞു തീർക്കുക ബുദ്ധിമുട്ടാണ്. നല്ല വൈബാണ്, അത് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു. സഞ്ചാരികൾക്ക് ഇഷ്ടപ്പെടുന്നൊരു ഡെസ്റ്റിനേഷൻ തന്നെയായിരിക്കും. ഒരപ്പൻകെട്ടിൽ നിന്ന് മടങ്ങുകയാണ് അടുത്ത ഒരു പുതിയ ഡെസ്റ്റിനേഷൻ തേടി. തൃശ്ശൂർ ജില്ലയിലെ ഏതെങ്കിലും പുതിയ വിനോദസഞ്ചാര കേന്ദ്രവുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ബിനേഷ് ബാബുരാജനും MC സജിക്കുമൊപ്പം ശ്രീകുമാരൻ, 24 തൃശ്ശൂർ. നമ്മുടെ തലസ്ഥാനത്തെത്തുന്നവർ കാണാൻ ആഗ്രഹിക്കുന്ന കാഴ്ചകൾ അവിടെ എന്തൊക്കെയായിരിക്കും? ഒരുപിടി ലിസ്റ്റ് ഉണ്ടായിരിക്കും തീർച്ച. സെക്രട്ടേറിയറ്റ് ഉണ്ടാകും, നിയമസഭ ഉണ്ടാകും, നക്ഷത്ര ബംഗ്ലാവ് ഉണ്ടാകും, കനകക്കുന്നുണ്ടാകും, കവടിയാർ ഉണ്ടാകും, അങ്ങനെ തുടങ്ങി എന്തൊക്കെയൊക്കെ ഉണ്ടാകും, അതിനൊന്നും തർക്കമില്ല. പക്ഷെ മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ രസിക്കാൻ പറ്റുന്ന ഒരിടം കൂടിയുണ്ട് ഈ നഗര മധ്യത്തിൽ തന്നെ. അത് മറ്റെവിടെയുമല്ല, തിരുവനന്തപുരം മൃഗശാലയാണ്. ഒന്നല്ല, 1-2 ദിവസം കാണാൻ പറ്റുന്ന കാഴ്ചകൾ കൊണ്ട് സമ്പുഷ്ടമാണ് തിരുവനന്തപുരം മൃഗശാല. ഇന്ന് റൈഡിംഗ് റിപ്പോർട്ടറിന്റെ ഏറ്റവും ഒടുവിൽ തിരുവനന്തപുരം മൃഗശാലയിലേക്ക് റൈഡ് നടത്തുന്നു ഷിജോ കുര്യൻ. കുഞ്ഞുങ്ങൾ പ്രത്യേകിച്ച് കാണണം കേട്ടോ. തിരുവനന്തപുരം നഗരത്തിലെത്തിയാൽ എന്തൊക്കെ കാണണം, എവിടെയൊക്കെ പോകണം? സ്വാഭാവികമായിട്ടും അതിനുള്ള ഉത്തരമെന്ന് പറയുന്നത് നിയമസഭയും സെക്രട്ടേറിയറ്റും മറ്റ് അനുബന്ധ സ്ഥലങ്ങളും എന്തൊക്കെയാണ്. എന്നാൽ ഇതൊന്നുമല്ലാതെ തിരുവനന്തപുരത്ത് എത്തിയാൽ ആദ്യം പോകേണ്ട ഒരിടമുണ്ട്. അത് തിരുവനന്തപുരം മൃഗശാലയാണ്. ഒരുപാട് കാഴ്ചകൾ അവിടെ കാണാനുണ്ട്. നമുക്ക് ആ കാഴ്ചകൾ കണ്ടുവരാം. അപ്പോൾ സെക്രട്ടേറിയറ്റും നിയമസഭയും എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരുവനന്തപുരം മൃഗശാലയിലെത്തി. ഇനിയാണ് കാഴ്ചകൾ. സിംഹവും കരടിയും കടുവയും കുരങ്ങും പാമ്പുകളും അങ്ങനെ ഒരുപാട് കാഴ്ചകൾ തിരുവനന്തപുരം മൃഗശാലയിലുണ്ട്. പുതിയ ഇതുവരെ കാണാത്ത കാഴ്ചകൾ കൂടി തിരുവനന്തപുരം മൃഗശാലയിലേക്ക് വരികയാണ്. സീബ്രകളടക്കം തിരുവനന്തപുരം മൃഗശാലയുടെ ഭാഗമാകുന്നു. ഇനിയിപ്പോൾ കുറേയധികം നടക്കാനുണ്ട്. ഇതിനകത്ത് കയറി ഇങ്ങനെ നടന്നാണ് ആ കാഴ്ചകളൊക്കെ കാണേണ്ടത്. പക്ഷേ നമ്മുടെ യാത്ര എന്താണ്? റൈഡിംഗ് ആണ്. അപ്പോൾ നമുക്കകത്തൊരു വണ്ടി തയ്യാറായിട്ടുണ്ട്. ഇനി ആ വണ്ടിയിലാണ് നമ്മുടെ ബാക്കിയുള്ള കാഴ്ചകൾ കാണുന്നത്. ആ വിശേഷങ്ങൾ അകത്ത് കയറിയതിന് ശേഷം. അപ്പോൾ നമ്മൾ സൂവിനകത്തേക്ക് പോവുകയാണ്. നമുക്ക് യാത്ര ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഒരു ബഗ്ഗി കാറ് ഇവിടെ കിടപ്പുണ്ട്. ഇനി ഇതിനകത്ത് കയറിയാണ് സൂവിലെ മുഴുവൻ കാഴ്ചകളും നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇതിനകത്ത് കയറിയ യാത്ര ഭയങ്കര രസമാണ് കേട്ടോ. നമ്മൾ ഈ ബൈക്കിലും ഒക്കെ ഇപ്പോൾ യാത്ര ചെയ്യുന്ന പോലെയല്ല. ഒരു ബഗ്ഗി കയറി കയറി എങ്ങോട്ട് നോക്കിയാലും കാഴ്ചകളാണല്ലോ സൂവിനകത്ത്. അപ്പോൾ ആ കാഴ്ചകൾ മുഴുവൻ ഈ ഒരു ബഗ്ഗി കാറി കയറിയാൽ നമുക്ക് കാണാൻ കഴിയും. ഇനിയിപ്പോൾ അകത്ത് കയറിയിട്ട് ബാക്കി കാഴ്ചകൾ. സന്ദർശകർ മൃഗശാലയിലേക്ക് എത്തുന്നുണ്ട്. അവധിക്കാലമായാൽ പിന്നെ പറയണ്ട. അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും മൃഗശാലയിലെ കാഴ്ചകൾ കാണാൻ സന്ദർശകർ എത്തുന്നു. അവർക്കെല്ലാം നല്ല ഒന്നാന്തരം വിരുന്നൊരുക്കുകയാണ് കുരങ്ങും കാട്ടുപോത്തും കടുവയും കരടിയുമെല്ലാം. കാഴ്ചക്കാരെ ഒരിക്കലും തിരുവനന്തപുരം മൃഗശാല നിരാശരാക്കില്ല. മൃഗശാലയിൽ വന്നിട്ട് വളരെ നല്ല അനുഭവമാണ്. കാണാൻ നല്ല പച്ചപ്പ്. നമ്മൾ സിറ്റി സ്ഥലങ്ങളിലൊന്നും ഇങ്ങനത്തെ പ്രതീക്ഷിച്ചതേ. തിരുവനന്തപുരത്ത് ഇത് വളരെ സന്തോഷം ഉണ്ടാകുന്നത്. നല്ല ആത്മനിർവൃതി ഇല്ലാതെ വയനാട്ടിലാണും ഇടുക്കിയിലുമാണ് ഏറ്റവും കൂടുതൽ പച്ചപ്പ് കാണുന്നത്. അതിൽ വ്യത്യാസം. ഞാനൊരു കൃഷിക്കാരനും കൂടിയാണ്. പിന്നെ അതിൽ നല്ലൊരു വിപരീതമായിട്ട് സിറ്റിയിൽ ഇങ്ങനെ കണ്ടതിൽ വളരെ സന്തോഷമുണ്ട്. നന്നായിട്ട് ആസ്വദിച്ച് നടക്കുകയാണ് ഞാൻ. നല്ല പോസിറ്റീവ് മൈൻഡാണ് ഇവിടെ വരുന്ന ടൈമിലായിരുന്നല്ലോ. തണലൊക്കെ ഉണ്ട്. പ്രകൃതിയുടെ കൂടെ ഇങ്ങനെ ഇണങ്ങിപ്പോകാൻ വേണ്ടിയാണ് ഇവിടെ ഞാൻ വന്നത് വരെ. പുതിയ തലമുറയ്ക്ക് വ്യത്യസ്തമായ അനുഭവമായിരിക്കും. അവർ പലരും ഈ വെറും പിക്ചറിലും കാണുന്ന ലൈവായിട്ട് കാണാൻ പറയുമ്പോൾ അവർ പ്രത്യേക ഒരു അനുഭവം തന്നെയായിരിക്കും. അതായത് പഠനത്തിൻ്റെ ഭാഗമായിട്ടും തിരുവനന്തപുരം നഗരത്തിൽ ഇങ്ങനെ ഒരു സ്ഥലം വെച്ചൊരു അത്ഭുതം തന്നെയാണ്. ഞാൻ രചിച്ച കവിതകൾ നിന്റെ
കണ്ടു ഞാൻ വരാതെ വന്ന ദേവി നീലവാനച്ചോലയിൽ നീന്തിടുന്ന ചന്ദ്രികേ. അപ്പോൾ നമ്മൾ ബഗ്ഗിയിൽ യാത്ര ചെയ്ത് ഇതുവരെ എന്തൊക്കെയാണ് കാഴ്ചകൾ കണ്ടത്? കുരങ്ങനെ കണ്ടു, കാട്ടുപോത്തിനെ കണ്ടു, വേറെ എന്തൊക്കെയോ കാഴ്ചകൾ കണ്ടു. അങ്ങനെ ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്ത് മൃഗശാലയുടെ ഏതാണ്ട് ഒരു മധ്യഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ വന്നപ്പോൾ ഇതാ ഇങ്ങനൊരു കൂടൊക്കെ കണ്ടു. അതിനകത്ത് കുറേയധികം പക്ഷികളുണ്ട്. അവിടെ എഴുതി വെച്ചിരിക്കുന്നത് ജലപക്ഷികളെന്നാണ്. ആ പേരുകളൊക്കെ വായിച്ച ഭയങ്കര രസമാണ് കേട്ടോ. ഇതിപ്പോൾ ആദ്യമായിട്ട് അറിയുന്ന കുറേ പേരുകളാണ്. വെള്ള അരിവാൾക്കൊക്കൻ, ചായമുണ്ടി, പാതിരാക്കൊക്ക്, കുളക്കൊക്ക്, ചാരമുണ്ടി, ചേരക്കോഴി, വെൺകുതുമ്പനം, അങ്ങനെ തുടങ്ങി പല പേരുകളുള്ള ജലപക്ഷികളെയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇതൊക്കെ ഓരോ കൗതുകം നിറയുന്ന കാഴ്ചകളാണ്. അപ്പോൾ ഇത് മാത്രമല്ല കേട്ടോ, ഇവിടെ കൊണ്ട് അവസാനിക്കുന്നതല്ല ഈ മൃഗശാലയിലെ കാഴ്ചകൾ. ഒരു ഭാഗത്ത് മാത്രം തുടങ്ങി കുരങ്ങനെയും കാട്ടുപോത്തിനെയൊക്കെ കണ്ട് ഇവിടേക്ക് വന്നപ്പോഴത്തേക്കുമാണ് ഈ ജലപക്ഷികളെ കണ്ടത്. ഭയങ്കര രസമുള്ള കാഴ്ചകളാണ്. നമ്മുടെ നാട്ടിൽ ഒരുപാട് ഇത്രയും രസകരമായിട്ടുള്ള കാഴ്ചകളൊക്കെ ഉണ്ട്. പക്ഷേ നാട്ടിലിറങ്ങിയാൽ ഈ നേരത്തെ ഞാൻ പറഞ്ഞ പേരുകളുള്ള ഈ ജലപക്ഷികളെ കാണാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. ഈ നേരത്തെ അവിടെ പുറത്തെഴുതി വെച്ചിരിക്കുന്ന പേരുകൾ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ പേരുകൾ, ഇതിൽ നിന്ന് ഇപ്പോൾ നമ്മൾ എങ്ങനെ തിരഞ്ഞു പിടിക്കുമെന്ന് പറഞ്ഞാൽ എനിക്കത് അറിയില്ല. പക്ഷേ നല്ല കാഴ്ചകളാണ്, രസമുണ്ട്. അത് കുളിക്കുന്നതും അതുപോലെ ഭക്ഷണം കഴിക്കുന്നതും അങ്ങനെ ഭയങ്കര രസമുള്ള കാഴ്ചകളാണ്. ഇനിയും കിടക്കുന്നു കാഴ്ചകൾ. ഒരുപാട് ആളുകൾ ഈ കാഴ്ചകൾ കാണാൻ വേണ്ടി ഈ മൃഗശാലയിലേക്ക് വരുന്ന ദിവസം കൂടിയാണ്. കാരണം അവധിയുള്ള ദിവസങ്ങളിൽ, അവധിയല്ലാത്ത പ്രവൃത്തി ദിനങ്ങളിലെല്ലാം ഒരുപാട് ആളുകൾ ഈ മൃഗശാലയിലേക്ക് വരുന്നുണ്ട്, കാഴ്ചകൾ കാണുന്നുണ്ട്. ഇവിടെ വരുന്ന സന്ദർശകർ എന്ന് പറയുന്നത് വളരെ വിലപ്പെട്ടതാണ്. അപ്പോൾ ആ സന്ദർശകർക്ക് മാക്സിമം സൗകര്യങ്ങൾ ഒരുക്കുക എന്നുള്ളത് കർത്തവ്യമായിട്ടാണ് ഞങ്ങളും എടുത്തിരിക്കുന്നത്. ആവശ്യത്തിനനുസരിച്ച് എന്തൊക്കെയാണോ അവർ ഡിമാൻഡ് ചെയ്യുന്നത് അങ്ങനെ തന്നെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക, ഓരോ തരത്തിൽ നമ്മളെ കൊണ്ട് കഴിയുന്ന തരത്തിൽ. കേന്ദ്ര മൃഗശാല അതോറിറ്റിയുടെ മാനദണ്ഡങ്ങൾക്കനുസരിച്ചും പ്രവർത്തിക്കുന്ന ഒരു മൃഗശാലയാണ്. അത് ലാർജ് സൂ ഇനത്തിൽപ്പെട്ടത് തന്നെയാണ് എന്നും അഭിമാനപൂർവ്വം നമുക്ക് പറയാൻ കഴിയും. നമ്മുടെ തിരുവനന്തപുരം മൃഗശാലയുടെയുള്ള യാത്ര അവസാന ലാപ്പിലാണ്. ഒരുപാട് കാഴ്ചകൾ കണ്ടു, ഒരുപാട് പ്രതികരണങ്ങൾ നമ്മൾ കേട്ടു. തിരുവനന്തപുരത്തേക്ക് വരുന്ന ആളുകൾ അവരുടെ ഈ സന്ദർശക പട്ടികയുള്ള സ്ഥലങ്ങളിൽ ഏറ്റവും ആദ്യം ഉൾപ്പെടുത്തേണ്ടത് തിരുവനന്തപുരം മൃഗശാല തന്നെ ആയിരിക്കണം. കാരണം കണ്ണിനും മനസ്സിനും ഒരുപോലെ കുളിർമയേകുന്ന, നമ്മളെ പുതിയൊരു അനുഭവത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരുപാട് കാഴ്ചകൾ തിരുവനന്തപുരം മൃഗശാലയിൽ ഉണ്ട്. അതുമാത്രവുമല്ല, ഇപ്പോൾ നമ്മൾ കാണാത്ത മൃഗങ്ങൾ, സീബ്ര അടക്കമുള്ള മൃഗങ്ങൾ മൃഗശാലയിലേക്ക് വരികയാണ്. അപ്പോൾ അതൊരു പുതിയ അനുഭവം കൂടിയായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും തിരുവനന്തപുരത്തേക്ക് വരുന്ന ആളുകൾ ഉറപ്പായിട്ടും തിരുവനന്തപുരം മൃഗശാല സന്ദർശിക്കണം. ഒരു തവണ കണ്ടവർ വീണ്ടും കാണണം. കാരണം ഒന്നിൽ കൂടുതൽ തവണ കാണാനുള്ള കാഴ്ചകൾ ഇവിടെയുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ മൃഗശാലയോടെയുള്ള റൈഡിംഗ് ഇവിടെ അവസാനിക്കുകയാണ്. അരുണിനും അനന്തുവിനുമൊപ്പം തിരുവനന്തപുരം മൃഗശാലയിൽ നിന്ന് ഷിജോ കുര്യൻ, 24. പ്രിയപ്പെട്ടവരെ, റൈഡിംഗ് റിപ്പോർട്ടറിന്റെ ഇന്നത്തെ സമയവും പൂർത്തിയാകുന്നു. എത്ര പറഞ്ഞാലാണ് മനുഷ്യർക്ക് പറയാനുള്ള കഥകൾ തീരുക? കഥകൾ തീരുന്നില്ലെന്നേ, തുടരും. പുതിയ കഥകൾ, വിശേഷങ്ങളൊക്കെയായി റൈഡിംഗ് റിപ്പോർട്ടറിൽ വീണ്ടും കാണാം. ടിൽ ദെൻ, ബൈ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.